നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇലക്കള്ളി അഥവാ കള്ളിപ്പാലയെയാണ്. യൂഫോർബിയേസി കുടുംബാംഗത്തിൽ വരുന്നതിൻ്റെ ശാസ്ത്രീയ നാമം യൂഫോർബിയ നിവ്യൂലിയ എന്നാണ്. സാധാരണയായി ഇതിൻ്റെ പാൽക്കറയാണ് ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കുവാറുള്ളത്. സംസ്കൃതത്തിൽ ഇതിനെ പത്രസ്നോഹി, വജ്രദ്രുക്ഷ, കണ്ടാരി, തീക്ഷ്ണഖണ്ഡ എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും വളരുന്ന ഒരു മുള്ളുള്ള ചെറുമരമാണ് ഈ ഇലക്കള്ളി. ഇതിൽ വളരെയധികം ജലാംശമുള്ളതുകൊണ്ട് തന്നെ ഇത് മഴയില്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ വേലിച്ചെടിയായിട്ടുമൊക്കെ ഇത് നൈസർഗികമായി വളർന്നു വരാറുണ്ട്. കൂടുതലായും തെക്കേ അമേരിക്ക, ഡെക്കൻ, തമിഴ്നാട്, അതുമാതിരി കേരളത്തിലെ പാറപ്പുറങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായും കാണാറുള്ളത്. ഇതിൻ്റെ ഇളം ശാഖകൾക്ക് കടും പച്ച നിറവും അത് മൂപ്പായി കഴിഞ്ഞാൽ ഇതിൻ്റെ തടിക്ക് ഒരു വെളുത്ത നിറവുമാണ് ഉണ്ടാവുക. ഇതൊരു 6 അടിയോളം പൊക്കത്തിലാണ് വളരാറുള്ളത്. നിറയെ ശാഖകളോടുകൂടി വളരുന്ന ഇത് കുറേ കാലം അങ്ങനെ തന്നെ നിലനിൽക്കാറുണ്ട്. പുറകിലോട്ട് വളഞ്ഞ് ധാരാളം മുള്ളുകളുണ്ട് ഇതിൻ്റെ കാണ്ഡത്തിന്. ഇതിൻ്റെ ഇല ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററോളം നീളവും 8 സെൻറ്റിമീറ്ററോളം വീതിയും വരും. അത് വളരെ തടിച്ചതും ജലാംശം വളരെ ഉള്ളതുമാണ്. ഇതിൻ്റെ അഗ്രം വൃത്താകൃതിയിലാണ് ഉണ്ടാവുക. ഫെബ്രുവരിയോടുകൂടി ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു. ആൺപൂക്കളും പെൺപൂക്കളും ഒരേ വൃക്ഷത്തിൽ തന്നെ കാണപ്പെടുന്നു. മഞ്ഞ കലർന്ന പച്ച നിറമാണ് പൂക്കൾക്കുണ്ടാവുക. ഇതിൻ്റെ വേരിലും ഇലയിൽ നിന്നുമാണ് പാൽക്കറ ഉണ്ടാവുക. ഇതിൻ്റെ ഇലയുടെ പാർശ്വാഗ്രത്തിൽ നിന്നും പുതിയ ഇലകൾ ഉണ്ടാവുന്നു. ഇത് അർഷസ്, അതുപോലെ കഫസംബന്ധമായ അസുഖങ്ങൾ, മുഴകൾ എന്നിവയ്ക്കൊക്കെയാണ് ഔഷധമായി ഉപയോഗിക്കുവാറുള്ളത്. ഇതിൻ്റെ പാൽക്കറ മലബന്ധത്തെ ഇല്ലാതാക്കുവാനും മൂത്രം ഒഴുകി പോകുവാനും ശരീരത്തിലെ വേദനകൾ ഇല്ലാതാക്കുവാനും ഉപയോഗിക്കുന്നു. അതുപോലെ കാലുകൾക്കുണ്ടാകുന്ന വ്രണം ഉണക്കുവാനും ഇതിൻ്റെ പാൽക്കറ ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ഇലക്കള്ളിയും ഈ കള്ളി വർഗത്തിൽപ്പെട്ടതാണ്. പല വിധത്തിലെ കള്ളികളുണ്ട്. പക്ഷേ ഇതും ഈ ഒരു വിഷജമായി ഉണ്ടാകുന്ന ഒരു ഔഷധമായിട്ടാണ് നമ്മുടെ ആയുർവേദം പറയുന്നത്. ഇതിൻ്റെ സഡനായിട്ട് ചില എഫക്റ്റ് ഉണ്ട്. പക്ഷേ അതാദ്യം ശ്രദ്ധിച്ചിട്ട് വേണം പ്രയോഗിക്കാനും. ഇതിൻ്റെ ഈ സമൂലം നീരെടുത്തിട്ട് ഈ മൂത്രം പോവാത്ത കണ്ടീഷനിൽ നാഭിക്ക് പരത്തി ഇങ്ങനെ തലോടി കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്രസഞ്ചി ചുരുങ്ങിയിട്ട് മൂത്രം പുറത്തേക്ക് വരും. പിന്നെ ഇത് ഈ ത്വക്ക് രോഗങ്ങളിൽ അത്യാവശ്യം ചെയ്തിട്ട് എണ്ണ കാച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് കുറയാറുണ്ട്. പിന്നെ ഇത് ഈ ചെവി വേദന, അതുപോലെ വായിൽ വേദന അങ്ങനെയുള്ളതൊക്കെ ഇത് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ കുലുക്കുഴി അല്ലെങ്കിൽ ചെവിയിൽ ഒഴിക്കുക ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറേ ശമിക്കാറുണ്ട്. ഇലക്കള്ളി വേറൊരു ഉപയോഗമുള്ളത് ഈ അരിമ്പാറ ഉണ്ട്. അരിമ്പാറ അതുപോലെ ഈ ആണിരോഗത്തിനൊക്കെ ഈ ഇലക്കള്ളിയുടെ ഈ പാലെടുത്തിട്ട് പിന്നെ പരത്തി കഴിഞ്ഞാൽ ദിവസേന കുറേശ്ശെ പറ്റി കഴിഞ്ഞാൽ ദ്രവിച്ച് അങ്ങനെ പോകും. അതുപോലെ അരിമ്പാറയ്ക്കും അത് അരിമ്പാറ ഒന്ന് ചെൻ്റെ അവിടെ ഓരോ തുള്ളി ഇങ്ങനെ ഒറ്റിച്ച് കഴിഞ്ഞാൽ അത് ദ്രവിച്ച് മുഴുവനായിട്ട് അങ്ങോട്ട് പോകും.